എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ എൻ്റെ കുറേ ഓർമ്മകളെല്ലാം കാണിച്ചു തരുന്നത്. എൻ്റെ എല്ലാ കഥകളും ഇങ്ങനെ കുറേ അറിയുന്നതല്ലേ. കറവും പശുവും കറവും എല്ലാം ഈ പാത്രം എല്ലാം ഓരോ ഓർമ്മയാണ്. ഈ പാത്രമെല്ലാം നമ്മുടെ ഓരോരോ ഓർമ്മകളാണ്. ഓരോ കാലത്തെ പാത്രമാണ്. ഇതെല്ലാം നമ്മളെ ഇങ്ങനെ തുടങ്ങുന്നു. ഇതെല്ലാം ഇന്ന് തുടങ്ങിയാണ് ഇങ്ങനെ എത്തിയത്. ഏറ്റവും പഴയതാണ് ഇത്. ആദ്യത്തെ കഴിഞ്ഞ് ഏറ്റവും നമ്മ ഈലാന്ന് വേണ്ട ഈ പാത്രം കണ്ടാ അവസാനം വരെ കുഞ്ഞുമട്ടൻ ഈ പാത്രത്തിൽ എന്താണ്ട എല്ലാം പൊട്ടിപ്പോയി. എന്നിട്ട് അതിൻ്റെ ഇതെല്ലാം കണ്ട പൊട്ടിയിട്ട് ഇതിൻ്റെ നെയ്ത്തി പോലത്തെ സ്റ്റീലിൻ്റെതാണ് ഉണ്ടായിന്. അതെല്ലാം പോയിട്ടാകുമ്പോൾ പിന്നെ ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട പാത്രം ഇതാണ്. ആദ്യം മുമ്പെല്ലാം അലുമിനിയം, അതിന് മുമ്പെല്ലാം അലുമിനിയം ഉണ്ടായിന്. പിന്നെ ഇത് അലുമിനിയൻ്റെ ഇത് പൊട്ടിപ്പോയിട്ടാകുമ്പോൾ ഇത് ഇങ്ങനത്തെ സ്റ്റീൽ പൊട്ടിപ്പോയിട്ടാകുമ്പോൾ ആ അലുമിനിയൻ്റെ ഇതെടുത്തിട്ടിന്. അത്രപോലെ നല്ലൊരു പ്രിയപ്പെട്ട പാത്രമായത്. ഇങ്ങനെ ഒരുപാട് നമ്മുടെ ഓർമ്മകളെല്ലാം ഇങ്ങനെയാണ്. അങ്ങനെ ഇതൊരു അങ്ങനെ നമ്മളെ കൊല്ലം കഴിയുന്തോറും നമ്മളെ കറവും പശുക്കളെല്ലാം വളർന്നുകൊണ്ട് നിൽക്കുമ്പം വലുതാണ് ഇരുന്നത്. ഇങ്ങനെ നിറച്ചും ആദ്യമൊന്നും നമ്മൾ പാലൊന്നും കൊണ്ടുപോയാൽ സൊസൈറ്റിയിൽ നിന്ന് അങ്ങനെ ഇല്ലല്ലോ. വാടക റൂമിലായിട്ട് അങ്ങനെയില്ലേ സൊസൈറ്റി അല്ലേ. പിന്നെ പാൽ കൊണ്ടുപോയാൽ എല്ലാം മടങ്ങി ഇങ്ങോട്ട് വരും. എല്ലാം എടുത്ത് മറിക്കലാണ് പാല്. പിന്നെ കുഞ്ഞുപേട്ടനെല്ലാം പിന്നെ ഹെൽത്ത് സെക്രട്ടറി ആയ ആ സമയത്താണ് സൊസൈറ്റിക്കൊരു പുരോഗതി വരാൻ തുടങ്ങി. സ്ഥലം എടുക്കാനും പുരോഗതി വരാൻ തുടങ്ങി. അതിന് ശേഷം നമുക്കിപ്പോൾ സ്വന്തമായിട്ട് തന്നെ സൊസൈറ്റിയെല്ലാം നല്ലൊരു ഇതെല്ലാം ഇപ്പോൾ. അപ്പോൾ കാര്യമൊന്നും ഇല്ലല്ലോ, നാട്ടിലെ കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മളെ ഇത് എൻ്റെ ശ്വാസം മുട്ടും ഞങ്ങളെ കഠിനാധ്വാനവും ഊണ് ഉറപ്പില്ലാണ്ടിൻ്റെ ഇതെല്ലാം പിന്നെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ വേദനിക്കുന്ന ഓർമ്മയാണ്. ഇതെല്ലാം പലഹാരപ്പണിയും ഇതെല്ലാം നമ്മൾ ഒന്നിച്ച് കൊണ്ടുപോയതാണ്. പണ്ടുള്ളവർ പറയില്ലേ ഇലയെടുക്കാനാകുമ്പോൾ ഇലയെടുക്കണമെന്നു. ആ സംഭവം തിരിച്ചു നടക്കാതെ ഇലയെടുക്കാനാകുമ്പോൾ ഞാൻ ഇലയെടുക്കാൻ തുടങ്ങി. പറയാൻ വിഷമമുണ്ട് എനിക്ക്, പക്ഷെ അഭിമാനം, അതിനേക്കാൾ അഭിമാനമുണ്ട്. ഇന്നിപ്പോൾ കൈ പൊന്താണ്ടായില്ലേ. എന്നെ അറിയിച്ചു നോക്കിയാൽ ഇതെല്ലാം കറവ് ഞാൻ തന്നെ. അങ്ങനെ നമ്മളെ ഓരോ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഓരോ ഓർമ്മയാണ് ഇതെല്ലാം. നമുക്ക് അന്ന് മുതൽ ഞാൻ ചെറിയ കുഞ്ഞാകുമ്പോഴേ തുടങ്ങിയതാണ്. ഞാൻ അന്ന് മുതൽ ഞാൻ എൻ്റെ ഈ കൈ തളർന്നു പോയതും അങ്ങനെ തന്നെയാണ്. ഇങ്ങനത്തെ ഇത് ഈ പാത്രത്തിലെല്ലാം ഞെറ്റി അത് കൈയിലേക്ക് കുറച്ച് ഇങ്ങനെ ഞെറ്റിയിട്ട് അതുപോലെ ഈ ശ്വാസം മുട്ടും കൊണ്ട് വലിച്ചു പോലാന്ന്. ഏട്ടനാണെങ്കിൽ അതിൻ്റെ അടുത്ത് ഹാർട്ട് ബ്ലോക്ക് വന്നു. അങ്ങനെ മംഗലാപുരമെല്ലാം പോയി. എന്നിട്ട് നമുക്ക് കാലില്ലാണ്ട് നമുക്ക് ആവില്ല. നമ്മളെ കടം തീരണമെങ്കിൽ ഇതെല്ലാം വേണ്ടേ. എന്നിട്ട് മറ്റുള്ള പണിയെല്ലാം എടുക്കും. കറവെല്ലാം ഞാൻ തന്നെ പാൽ കൊണ്ടുപോലും കറവും. എന്നാൽ അതിന് വേണ്ടുന്ന ബാക്കിയുള്ള പണിയെല്ലാം എടുക്കും. കറന്നൂടല്ല, കാട്ടിനാകുമ്പോൾ കറന്നൂടല്ല. അങ്ങനെ കറവും ഞാൻ തന്നെ ചെയ്യും. പാൽ കൊണ്ടുപോലും എല്ലാം ഞാൻ തന്നെ. അന്ന് മുതലേ ഞാൻ തന്നെയാണ്. പലഹാരപ്പണി അതുകൊണ്ട് എല്ലാം ഉണ്ടായാലും നമ്മളെ പണി അങ്ങനെ അങ്ങനെ പോയാൻ ചെയ്തിന്. നമ്മളെ കടം തീരണ്ടേ. ഒരുപാട് നമ്മളെ ഏട്ടനെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ എന്നെയും അച്ഛന് സുഖമില്ലാണ്ടാകുമ്പം എന്നെയും പിന്നെ ദേശാഭിമാനി ഏജൻസിയും ഒരുപാട് കടവും എന്നെയും ഞങ്ങൾ മൂന്നാളാണ്. ഞങ്ങൾ മൂന്നാളെയും ഈ ദേശാഭിമാനിയും ഏജൻസിയും ഇതിന് കുറേ കടവും ഇതെല്ലാം നമ്മൾ അത് കൂടി അങ്ങ് വന്നു. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണ് നമുക്ക് കടം വന്നു പോയത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് അഭിമാനമില്ല അച്ഛനാണ്. അച്ഛനെപ്പോഴും പറയും നിങ്ങൾ ഒരാളോട് കൈ നീട്ടാൻ പാടില്ല. അങ്ങനെ നമ്മയും അതുപോലത്തെ ഇതായിപ്പോയി. അച്ഛൻ ശീലിപ്പിച്ച പോലെ ആയിപ്പോയി. നമ്മയും പാവങ്ങളെയൊന്നും കാണുമ്പോൾ നമുക്കങ്ങനെ അന്നൊന്നും പൈസയൊന്നും ഇല്ലല്ലായിരിക്കും. പത്രത്തിനൊന്നും പൈസ തരാനൊന്നും അങ്ങനത്തെ കാലമല്ലേ അന്ന്. അങ്ങനെ ആയി ആരോടും നിർബന്ധിച്ച് നമ്മൾ വാങ്ങുകയും ചെയ്യില്ല. അങ്ങനെ ആയിപ്പോയി. പക്ഷേ നമ്മളിപ്പോൾ അഭിമാനത്തോടെ ഇങ്ങനെയെല്ലാം ആയാലും കൂടെ നമുക്കൊരുപാട് അഭിമാനമുണ്ട്. നമുക്ക് കുഞ്ഞുപേട്ടനൊരു ദേശാഭിമാനി കുഞ്ഞമ്പൂന്നിലൊരു പേര് കിട്ടിയത് അതന്നെ മതി നമുക്ക് ഈ ജീവിതത്തിൽ. ആ ഒരു ഒറ്റ ഒരു ഇത് മതി. നമ്മളെ പാർട്ടിയും നമ്മളെ എന്നാ പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടായില്ല. നമ്മളെ മക്കളും അതും ഒരുപോലെയാണ് നമുക്ക്. നമ്മളെ പാർട്ടിയും ദേശാഭിമാനിന്ന് അത് നമുക്ക് ഏറ്റവും
പക്ഷേ ഒരുപാട് വിഷമം എടുക്കാൻ ഇങ്ങിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. പറയാൻ പറ്റുന്നാലും ചന്ദ്രമതി ആരെന്ന് ആർക്കും ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല. ഒരുപക്ഷെ ഞാൻ എന്ന് പറഞ്ഞൊരു അങ്ങനത്തെ ഒരു ജന്മമാണ് എൻ്റെ ജന്മം. തളർന്നു പോയി എൻ്റെ മനസ്സ് ഇപ്പം തളർന്നിട്ടാണ് ഞാനിപ്പോൾ കിടന്നെടുക്കുന്നത്. ഇത്രയും കാലം ഞാൻ കിടന്നു. എന്നെ അറിയുന്നവർക്കറിയാം. ഒരുപാട് ആൾക്ക് എന്നെ നല്ലോണം അറിയുന്നവരുണ്ട്. അവർക്കെല്ലാം അറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ വീണ്ടും കുഞ്ഞുമേട്ടൻ്റെ രോഗം കൂടി. പിന്നെ ഹാർട്ട് അറ്റാക്ക് തന്നെ ആയി. അറ്റാക്ക് തന്നെ വന്നു. എന്നിട്ട് അതിന് ശേഷം കറവ് നിർത്തിയിട്ടൊന്നുമില്ല. ഞാൻ തന്നെ കറവും പാലും കൊണ്ടുവരും. എല്ലാം ഒന്നും മതിയാക്കിയിട്ടില്ല. അറ്റാക്ക് വന്നിട്ട് എല്ലാം മാറിയ പിന്നെ പലഹാരപ്പണി അങ്ങ് തുടർന്നു. ഈ പുകയത്ത് ഇങ്ങനെയൊരു മനുഷ്യൻ വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലളിതമായിട്ടുള്ള ജീവിതവും ഒരാർഭാടവും ഇല്ല. നടന്നു പോകും. എവിടെ പോകേണ്ടടുത്ത് നടന്നിട്ട് പോകും. ഒരു ഓട്ടോറിക്ഷയ്ക്ക് വരെ പൈസ കൊടുത്തിട്ട് പോവില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. അങ്ങനെ ഒരു നല്ല മനുഷ്യന്മാരെ എനിക്കിട്ട് അച്ഛൻ്റെ അതേമാതിരി ആയിപ്പോയി കുഞ്ഞുമേട്ടന്. കുഞ്ഞുമേട്ടൻ്റെ ചരിത്രമെല്ലാം ചെറുപ്പത്തിലുള്ള ചരിത്രമെല്ലാം ഞാൻ പിന്നെ പറയാം. ഒരുപാട് ചരിത്രമുണ്ട്. നമ്മുടെ അടുത്ത് എത്തുന്നവരെയില്ല ചരിത്രമെല്ലാം. ഒരു സുഖവും കിട്ടാത്തൊരു മനുഷ്യൻ തന്നെയാണ്. അങ്ങനെ നമ്മളെ ഏറ്റവും അഭിമാനം ഇപ്പോൾ ഇതാണെന്താ എൻ്റെ കുഞ്ഞുമേട്ടൻ ദേശാഭിമാനി ഉണ്ടല്ലേ. ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ഞങ്ങളെ മക്കൾ എൻ്റെ അഭിമാനം. ഇതാണ് എൻ്റെ സഹോദരങ്ങളും. ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയത് ഇത് തന്നെയാണ്, ദേശാഭിമാനി എന്നുള്ള പേര്. എന്ന് ഓർമ്മ എൻ്റെ അച്ഛൻ്റെ കണ്ടില്ലേ. എൻ്റെ അനിയൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ഇതിൽ. ഇതെല്ലാം നമ്മളെ ജീവിതം. നമുക്ക് ഇന്നിപ്പോൾ ഇങ്ങനെ തളർന്നു പോയിട്ടുണ്ടെങ്കിലും കൂടെ ഒരുപാട് അഭിമാനത്തോടെ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. നമുക്കിപ്പോൾ ഇത് ഒരുപാടാൾക്ക് ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല, ഇതെല്ലാം എല്ലാവർക്കും ഒരു മാതൃകയും കൂടി ആവണം. ഇത് നമ്മൾ എത്ര തന്നെ തളർന്നു പോയാലും നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ, ഞാൻ എപ്പം പറയുന്നതാണ്, നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പൊരുതി ജീവിക്കണം. അതുകൊണ്ട് നമ്മൾ തളർന്നു പോകാണ്ട്. എന്നിട്ടും എൻ്റെ കുഞ്ഞുമേട്ടൻ പറഞ്ഞു എന്നോട്, നമുക്കെല്ലാം മതി ജീവിച്ചത് തന്നെ എന്നോട് പറഞ്ഞു. ഞാനത് ആരോടും മക്കളോട് വരെ പറഞ്ഞിട്ടില്ല. അന്നേരം ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്ക് ഒരു പണിയെടുക്കാൻ അറിയാണ്ടില്ല. നിങ്ങൾ എന്നാ പറയുന്നത്? ഒരു പണിയെടുക്കാൻ അറിയാണ്ടില്ല. നമുക്ക് പണിയെടുത്തൊന്നും പേടിക്കണ്ട. നമുക്ക് എല്ലാം ഏതായാലും നമുക്ക് പറ്റുന്ന പണിയുണ്ട്, അതെല്ലാം നമുക്ക് ചെയ്ത് കടമെല്ലാം തീർക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മളിത് തുടങ്ങിയത്. കടം തീർക്കാനെല്ലാം ഇതെല്ലാം നമുക്ക് മറക്കാൻ പറ്റാത്ത ഓർമ്മയാണ്. ഇങ്ങനെ നിങ്ങൾ ചന്ദ്രമതി ആരാന്ന് ഒന്ന് അറിഞ്ഞോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നും ഒരു കളങ്കവും ഇല്ലാത്തൊരു മനസ്സാണ് എൻ്റെ മനസ്സ്. എല്ലാവരും അറിയണത്. ജീവിതത്തിൽ എല്ലാവരും സ്നേഹം, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ കഴിയണമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു മനസ്സാണ് എനിക്ക്. ആരോടും ഒരു വെറുപ്പും എനിക്കില്ല. എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ച് ഇങ്ങനെ വേദനയായിപ്പോയി. അവസാനം എനിക്കിങ്ങനെ ഒരു ദിവസം പോലും വേദനയില്ലാത്തൊരു ദിവസവും ഇല്ല. അതാണിപ്പോൾ പ്രശ്നം. ആകെ മരുന്നുകൊണ്ടല്ലോ നമ്മൾ എത്ര പോരാ. ഇപ്പോൾ എൻ്റെ കൈക്ക് ഞാൻ വേദനയില്ലാത്ത പോലെ അങ്ങ് കളിക്കും. പിന്നെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. പ്രശ്നമില്ല. എന്നാലും നമ്മൾ ഇത്ര വരെ ഇങ്ങനെ ആയി എന്നുള്ളൊരു അഭിമാനമുണ്ട്. ഇത്ര വരെ ആയില്ല. ഇത്രയൊന്നും ജീവിക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഇതൊരു അത്ഭുതം തന്നെയാണ്. ഇത്രയും കിടന്നിട്ട് ഇതുപോലെ ഞാൻ എണീക്കണമെങ്കിൽ അതൊരു അത്ഭുതം തന്നെയല്ലേ. അങ്ങനെ ഇനിയാവുന്നത്ര അങ്ങനെ പോട്ട്. എല്ലാവരും ഇതെല്ലാം കണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, എല്ലാം ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓരോരോ വീഡിയോ ഞാനിങ്ങനെ ഇടും. എല്ലാവർക്കും ഒരു ഇതാവട്ടെ വെച്ചിട്ട് ഞാനിതെല്ലാം ഇടുന്നു. ഒന്ന് കാണിക്കുകയും ചെയ്യാലോ. നമ്മളെ ഈ ഓരോ പാത്രത്തിനും ഓരോരോ തീർത്താതിരാത്ത കഥയാണ്. ഇതെല്ലാം എൻ്റെ പുസ്തകത്തിലുണ്ട്. പുസ്തകമൊന്നും ഇപ്പോൾ എനിക്ക് വായിച്ചു തരാൻ നിങ്ങൾക്ക് ആവില്ലല്ലോ. അതുകൊണ്ട് ഞാനിതിങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഓരോ പാത്രത്തിനും ഒരുപാട് കഥകളാണ്. ഇതാണ്ടല്ലേ. ഇതാണ് ഇത്രമാത്രം. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും കേട്ടോ.